പുടിന്റെയും ഷീ ജിങ് പിങ്ങിന്റെയും ഇടയിൽ മധ്യസ്ഥനെ പോലെ നിൽക്കുന്ന മോദി, രണ്ടുപേരോടും ഊഷ്മളമായി സംസാരിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന മോദി, ഒടുവിൽ പുടിന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന മോദി, അവർ ഒരുമിച്ച് ചിരിച്ചു നിൽക്കുന്ന മോദി, ഇത്തരം ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. ഈ ചിത്രങ്ങളൊക്കെ അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തിയിരിക്കുന്നു. ട്രംപ് വിചാരിച്ചത് ഇന്ത്യയെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണെങ്കിൽ മോദി തീരുമാനമെടുത്തത് ഭയപ്പെടുകയല്ല, പകരം പക വീട്ടുകയാണ് എന്നത് അമേരിക്ക ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ കണ്ട്, ഈ സഹകരണം കണ്ട് ട്രംപിന് വിറളി പൂണ്ടതും ട്രംപ് വീണ്ടും രംഗത്തിറങ്ങിയതും. ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട്, എല്ലാ തീരുവയും കുറയ്ക്കാമെന്ന്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്ത്യയെ നമ്മളെ ചൂഷണം ചെയ്യുകയാണ്, നമുക്ക് അങ്ങോട്ട് കയറ്റി അയക്കുന്നത് ഇരട്ടി അവരിങ്ങോട്ട് കയറ്റി അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് തടിതപ്പാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ വിപണി പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്ന നഷ്ടമാണ്. ട്രംപ് പറയുന്നത് പോലെ കയറ്റി ഇറക്കുമതിക്ക് അപ്പുറത്തേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയെ കീഴടക്കുകയാണ്. ആമസോണും ആപ്പിളും മൈക്രോസോഫ്റ്റും അടങ്ങുന്ന കമ്പനികൾ ഇന്ത്യയിൽ ശതകോടികളുടെ കച്ചവടമാണ് ചെയ്യുന്നത്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ കയറ്റിറക്കുമതിയുടെ കണക്ക് മാത്രം ട്രംപ് പറയുന്നത്. ഇതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെട്ടാൽ, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം മെച്ചപ്പെട്ടാൽ സംഭവിക്കുമെന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ടാണ് വിറളി പിടിച്ചുകൊണ്ട് വീണ്ടും ട്രംപ് രംഗത്ത് വന്നത്.